ശ്യാംരാജ്, 0 18 വരെ കിട്ടും എന്നൊക്കെ പറയുന്ന എക്സിറ്റ് പോളുകൾ ഉണ്ട്. ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലങ്ങളായി നിങ്ങൾ പരിഗണിച്ച് ആ നിലയിൽ പ്രവർത്തിച്ച ഒരുപാട് മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ മണ്ഡലങ്ങൾ മാത്രം എടുത്താൽ പോലും 18 എന്നൊരു സംഖ്യയിലേക്കൊക്കെ എത്താൻ സാധിക്കുമോ ശ്യാംരാജ്? നോക്കൂ, 18 എന്ന് പറയുന്ന സംഖ്യയിൽ കൂടാം കുറയാം, അതൊക്കെ 4-ാം തീയതി കാണേണ്ടതാണ്. നമ്മൾ ഈ ഒരു ഇലക്ഷനെ നമ്മൾ വിലയിരുത്തുമ്പോൾ മുഴുവൻ ഒരു 5 വർഷം മുമ്പത്തേക്കുള്ള അല്ലെങ്കിൽ 10 വർഷം മുമ്പത്തേക്കുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ ചർച്ചകളൊന്നും എടുത്തു നോക്കൂ. ആ സമയത്ത് ബി.ജെ.പിയുടെ വോട്ട് ഷെയർ എത്ര കൂടുമായിരുന്നു എന്ന് മാത്രമായിരുന്നു ചർച്ച. ഇന്ന് ഈ 2014 ശേഷം 12 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ നിന്നിട്ട് ഇപ്പൊ 24 ന്യൂസിലിരുന്ന് ചർച്ച ചെയ്യുമ്പോൾ ബി.ജെ.പിക്ക് എത്ര സീറ്റ് കിട്ടുമെന്നുള്ള ചർച്ചയിലേക്ക് വന്നു. വലിയൊരു കുതിച്ചാട്ടം ജനങ്ങളുടെ മനസ്സിലും മാധ്യമങ്ങൾക്കിടയിലും പൊതുവെ വോട്ട് ചെയ്യുന്നവർക്കിടയിലൊക്കെ ഉണ്ടായി കഴിഞ്ഞു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 18 ആണോ 19 ആണോ 60 70 അതൊന്നും അല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലെ ഞങ്ങളുടെ സ്ഥിതിയിൽ നിന്ന് വലിയൊരു കുതിച്ചാട്ടം. അതാണല്ലോ ഒരു പൊളിറ്റിക്കൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ ഈ സംസ്ഥാനത്ത് 3ാമത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അത് സീറ്റിന്റെ എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ 3ാമത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. കോൺഗ്രസിന് CPM ശേഷം 3ാമത്തെ പൊളിറ്റിക്കൽ പാർട്ടിയാണ്. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇരു കക്ഷികൾക്കും മുമ്പുണ്ടായിരുന്ന അവരുടെ സ്ഥിതിയെക്കാളും അതിൽ നിന്നുണ്ടാകുന്ന വലിയൊരു ഒരു മാറ്റത്തില് അതിനേക്കാൾ വലിയൊരു മാറ്റം ഞങ്ങൾക്കുണ്ടാവും. അത് വലിയ രീതിയിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. ഇത് ഗ്രൗണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിപ്പോർട്ടാണ്. അതിനകത്ത് എണ്ണത്തിൽ ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവാം എങ്കിൽ പോലും ഞാൻ പറഞ്ഞ ഒരു സർവേ പോലും ബി.ജെ.പിക്ക് സീറ്റുകളൊന്നും കിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാവുകയുമില്ല. അങ്ങനെ കൂടിയുണ്ട്. നമ്മൾ ഈ കണക്കുകൾ അല്ല, ഒരു സർവേയും പറയുന്നത് ഞാൻ പറഞ്ഞതാണ്. അങ്ങനെയല്ല, 0-2 എന്ന് പറയുന്നതിനകത്ത് 0 ആകാം, മുമ്പ് പറഞ്ഞതുപോലെ 18 ആകാം. ആയിക്കോട്ടെ 1-2 സർവേ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും 4-ാം തീയതി കാണാമല്ലോ. അപ്പോ അതിലൊന്നും ഞങ്ങൾക്ക് തന്നെ ഞാൻ പറഞ്ഞ ഒരു കൺഫ്യൂഷനേ ഇല്ല. കാരണം കേരളത്തിലടക്കമുള്ള മുഴുവൻ ഇടങ്ങളിലും ബി.ജെ.പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാവും. അതിനകത്ത് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവാം എന്ന് മാത്രമേ ഉള്ളൂ. യാതൊരു സംശയമുണ്ട് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം. ഇപ്പൊ ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മാനന്തവാടി ഇത്തവണ മത്സരിച്ചതാണ്. കഴിഞ്ഞ തവണ 72,000 വോട്ടോളം LDF-നും 60,000 വോട്ട് UDF-നും കിട്ടിയ ഒരു മണ്ഡലത്തിൽ ഞാൻ മത്സരിച്ചു. വലിയ ചേഞ്ചാണ്. അവിടുത്തെ ചെറുപ്പക്കാർ അമ്മമാരൊക്കെ വന്നിട്ട് എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്പോഴും മെസ്സേജ് ചെയ്യുന്നതും വിളിക്കുന്നതുമായിട്ടുള്ള ആളുകളുടെ എണ്ണത്തിൽ വലിയൊരു ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ അത്തരം ഇടങ്ങളിൽ പോലും ഞങ്ങൾക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ദേശീയ തലത്തിൽ ബി.ജെ.പിക്ക് ഉണ്ടാകുന്ന മുന്നേറ്റം, കേന്ദ്ര സർക്കാരിന്റെ ജനകീയ പദ്ധതികൾ, ഇവിടെ കേരളത്തിലെ ഒരു മാധ്യമങ്ങൾ പലപ്പോഴും കോൺഗ്രസിന് വേണ്ടിയിട്ട് വാർത്തകൾ കൊടുക്കുന്ന ഒരു മാധ്യമം കൊടുത്തിട്ടുള്ള ഒരു സർവേ റിപ്പോർട്ടിൽ 37% വരുന്ന മലയാളികൾ പ്രധാനമന്ത്രിയുടെ ശ്രീ നരേന്ദ്രമോദി അംഗീകരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ എത്രത്തോളം കുറയ്ക്കാൻ വേണ്ടി പറ്റുമോ എന്ന് അത്രത്തോളം കുറച്ചിട്ട് പോലും 37% കേരളം പോലെ സംസ്ഥാനത്ത് നരേന്ദ്രമോദിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ എത്രയധികം ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൻ്റെതായിട്ടുള്ള ഒരു റേഷ്യോയിലുള്ള ഒരു വോട്ട് നമുക്ക് കിട്ടുക തന്നെ ഉണ്ടാവും. പിന്നെ ഇവിടുത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് പറയുക, ഇപ്പൊ നമ്മുടെ ചർച്ച വളരെ കൗതുകപരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രശ്നം എന്ന് പറയുന്നത് ആശയരാഹിത്യമാണ്. എനിക്ക് കൗതുകം തോന്നുന്നു, എങ്ങനെയാണ് കോൺഗ്രസ് ഇടതുപക്ഷമാണെന്നൊക്കെ പറയുന്നത്. എങ്ങനെയാണ് കോൺഗ്രസ് ഇടതുപക്ഷമാവുക? എനിക്കറിയില്ലോ. ഇപ്പൊ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ പഠിച്ച പാഠങ്ങളിലൊന്നും അങ്ങനെയല്ല. ഇനി അത് ഞാൻ പറയേണ്ട ആൾ ഞാനല്ലെങ്കിൽ എന്റെ ഒരു സംശയമായിട്ട് മാത്രം വയ്ക്കുക. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇത്തരത്തിലുള്ള ആശയരാഹിത്യമാണ് കോൺഗ്രസ് പാർട്ടി ഈ നിലയിലേക്ക് എത്തിച്ചതെന്നേ. ഈ രാജ്യത്ത് ഒരിക്കൽ ഭരിച്ചുകൊണ്ടിരുന്ന, ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഭരിച്ചുകൊണ്ടിരുന്ന ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ഈ 4-5 ഇടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളായിരിക്കും ഒരുപക്ഷെ ആദ്യമായിട്ട് EVM രക്ഷപ്പെട്ടിട്ടുണ്ടാവുക. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇലക്ഷനിൽ തോൽക്കുമ്പോൾ ആ തോൽവി എന്തുകൊണ്ട് എന്ന് കോൺഗ്രസ് പാർട്ടി കൃത്യമായിട്ട് പഠിക്കാതെ ആ തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്തി അതിന് ഗ്രഹപാഠം ചെയ്തിട്ട് അവർ മുമ്പോട്ട് പോകരുത് കേട്ടോ. ഞങ്ങളുടെ ആഗ്രഹം അവർ തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്താനും പാടില്ല, തിരുത്താനും പാടില്ല എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ എങ്കിലും പറയുമ്പോൾ അതല്ലാതെ EVM കുറ്റം പറയുക, സിസ്റ്റത്തെ കുറ്റം പറയുക, എത്ര കാലം മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും? ഈ EVM രാജ്യത്തെ ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ EVM ശ്രീ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്നപ്പോഴത്തേക്ക് 89 അദ്ദേഹമാണ് ഈ രാജ്യത്ത് EVM ഇൻട്രോഡ്യൂസ് ചെയ്തത്. അതിനുശേഷം വന്നിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് നടന്നിട്ട് 2002 സുപ്രീം കോടതിയുടെ 5-അംഗ ബെഞ്ച് പറയുന്നത് ഈ രാജ്യത്ത് ഉപയോഗിച്ചോ എന്ന് പറയുന്നു. പിന്നീട് ഡൽഹിയും രാജസ്ഥാനും അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതിന് ട്രയൽ ഉപയോഗിക്കുന്നു. 2004 ആദ്യമായിട്ട് ഈ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പൂർണ്ണമായിട്ട് EVM ഉപയോഗിക്കുന്നു. ആ EVM ഉപയോഗിച്ച് ആദ്യമായിട്ടുള്ള റിസൾട്ട് വന്നപ്പോൾ ജയിച്ചത് ഇവിടെ കോൺഗ്രസിന് നേതൃത്വത്തിലുള്ള സർക്കാരായിരുന്നേ. അന്ന് ഞങ്ങൾ EVM-നെ കുറ്റം പറഞ്ഞു. രാജീവ് ഗാന്ധി കൊണ്ടുവന്ന സംവിധാനം, ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിന്യായ കോടതി അംഗീകരിച്ച ഒരു മെഷീൻ സംവിധാനം. അതിനുശേഷം 2004 കോൺഗ്രസ് തന്നെ ജയിച്ചിട്ടുള്ള EVM, 2004-2009 ഇലക്ഷനിൽ ഇവർ ജയിച്ചിട്ട് ഭരണത്തിലേറിയിട്ടുള്ള ഒരു EVM, 2014 നരേന്ദ്രമോദി സർക്കാർ വന്നപ്പോൾ BJP സർക്കാർ വന്നപ്പോൾ ഇവർക്ക് കൊള്ളാത്തതായി. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഇവരുടെ തോൽവിയിൽ നിന്ന് അല്ലെങ്കിൽ യഥാർത്ഥ വിഷയങ്ങളെ ഇവർ മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമാണ് എനിക്ക് ഇതിനകത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. അവർ അങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ
ദേശീയ തലത്തിലായാലും കേരളത്തിലായാലും മുഴുവൻ ഇടങ്ങളിലും വലിയൊരു മുന്നേറ്റം തന്നെ BJP കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ വെസ്റ്റ് ബംഗാളിലൊക്കെ BJP നേതൃത്വത്തിലുള്ള ഒരു ഭരണം വരിക എന്നുള്ളത് പറയുന്ന ഒരു ആവശ്യം കൂടിയാണ്. കാരണം 4000-ഓളം കിലോമീറ്ററാണ് ബംഗ്ലാദേശുമായിട്ട് ബോർഡർ. ആ പലയിടങ്ങളിലും അവിടെ ഫെൻസിംഗ് കെട്ടാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം പോലും CRPF കൊടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ഏജൻസികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മമതാ ബാനർജി തയ്യാറല്ലെന്ന് ഇവരുടെ ഇന്ത്യ സഖ്യത്തിൽ. അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഈ രാജ്യത്ത് ഉണ്ടാകുമ്പോൾ അവിടെ BJP സർക്കാർ അധികാരത്തിൽ വരേണ്ടതായിട്ടുണ്ട്. അത് കേവലമായിട്ടുള്ള ഞങ്ങളുടെ രാഷ്ട്രീയമായിട്ടൊരു ആവശ്യം എന്നതിനപ്പുറത്തേക്ക് രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ കൂടി ആവശ്യമാണ്. എന്തായാലും രാജ്യത്തിന്റെ ആവശ്യം എന്നുള്ളതൊക്കെ പറയുമ്പോൾ അത് രാജ്യത്തെ എല്ലാവരും അതിനെ എങ്ങനെ കാണുന്നു എന്ന പ്രശ്നമുണ്ട്. അത് മറ്റൊരു വിഷയമാണ്, മറ്റൊരു ചർച്ച വേണ്ട വിഷയം കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.